നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുളപ്പുള്ളി അല്ലമീൻ ലോ കോളേജിൽ പെട്രോൾ കുപ്പിയുമായി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി. വൈസ് പ്രിൻസിപ്പാളുടെ മുറിയിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി. ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി പിൻവലിക്കാതെ ഭാവി നശിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ നീക്കമെന്ന് വിദ്യാർത്ഥിനിയെ അനുനയിപ്പിച്ചത് പോലീസും ഫയർഫോഴ്സും റവന്യൂ അധികൃതരും ചേർന്ന്. സസ്പെൻഷൻ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് മാനേജ്മെന്റ് കേൾക്കാൻ തയ്യാറാകണമെന്ന് അധികാരികളുടെ നിർദ്ദേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ നാടെങ്ങും UDF ആഘോഷം. പാലക്കാട്ടും തൃശൂരും ആഹ്ലാദ പ്രകടനവും മധുരപലഹാര വിതരണവും. വ്യാജ പ്രചരണങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കുമേറ്റ തിരിച്ചടിയെന്ന് UDF നേതാക്കൾ. വെറുക്കപ്പെട്ട സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള ജനങ്ങളുടെ ആദ്യ താക്കീതെന്നും UDF. വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ വിദ്യാഭ്യാസ രീതിയിലും തൊഴിലിന്റെ സ്വഭാവത്തിലും വന്ന മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. മുണ്ടൂരിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമോദന സമ്മേളനവും ആയുർവേദ ഡിസ്പെൻസറി ശതാബ്ദി ആഘോഷ സമാപനം. പാലക്കാട് എറണാകുളം മെമു ട്രെയിൻ യാത്ര ദുഷ്കരം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയെന്ന് പരാതി. ട്രെയിനിൽ കമ്പാർട്ട്മെന്റുകൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. ഷൊർണൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 2.5 കിലോയോളം കഞ്ചാവുമായി കുളപ്പുള്ളി സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ആലിൻചുവട് പഴംകളത്തിങ്കൽ മുഹമ്മദ് മുസ്തഫ നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. പെട്രോൾ കുപ്പിയുമായി വൈസ് പ്രിൻസിപ്പാളുടെ മുറിയിലെത്തി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി. കുളപ്പുള്ളി അല്ലമീൻ ലോ കോളേജിലാണ് പ്രതിഷേധം. ഞാൻ ആ കുട്ടീനെ ഒന്നും ചെയ്യുന്നില്ല. കുളപ്പുള്ളി അല്ലമീൻ ലോ കോളേജിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി ഹാജിറയാണ് വൈസ് പ്രിൻസിപ്പാളിന്റെ മുറിയിലെത്തി പെട്രോൾ കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 2 മണിക്കൂറിലേറെ നേരം വിദ്യാർത്ഥിനി ഭീഷണി മുഴക്കി. പോലീസും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഒടുവിൽ DYSP എത്തിയാണ് വിദ്യാർത്ഥിനിയെ അനുനയിപ്പിച്ചത്. ജൂൺ 2 മുതൽ ലോ കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ 4 പേരെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷനിലുള്ള 4 വിദ്യാർത്ഥികളെയും തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഇതിനിടെയാണ് സസ്പെൻഷനിലായ വിദ്യാർത്ഥികളിൽ ഒരാൾ പെട്രോൾ കുപ്പിയുടെ അടപ്പ് തുറന്ന് ഓഫീസിൽ ഒഴിച്ചത്. സമരം ചെയ്തതിൽ നിരവധി പേരുണ്ടായിരുന്നു. 4 പേരെ മാത്രം സസ്പെൻഡ് ചെയ്തത് എന്തു കാരണത്താലാണ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. വിഷയത്തിൽ ഹിയറിംഗിനായി വിളിച്ചു വരുത്തിയ വിദ്യാർത്ഥികളെ വൈസ് പ്രിൻസിപ്പാൾ ഭീഷണിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. രാവിലെ മുതൽ മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്ക് തിരശ്ശീല വീണത് പോലീസ് ഇടപെട്ടതോടെയാണ്. നാളെ വിഷയത്തിൽ അന്തിമ ചർച്ച നടക്കുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും ഭാവി നശിപ്പിക്കാനുള്ള മാനേജ്മെന്റിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെന്നും പ്രതിഷേധിച്ച വിദ്യാർത്ഥിനി പറഞ്ഞു. നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ അതിനെ കേൾക്കാനോ ഒന്നും റെഡിയല്ല. എന്ത് പറഞ്ഞാലും സസ്പെൻഷനിലേക്ക് പോവുക, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ കോളേജ് എന്ന്. അപ്പൊ വേറൊരു വഴിയില്ല. നമ്മളെ കേൾക്കാനായിട്ട് ആരും റെഡിയല്ല എന്നൊരു അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനൊരു വഴി ചൂസ് ചെയ്തത്. ലൈഫ് എൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ കഷ്ടത്തിലൂടെ പോകുന്ന സമയത്താണല്ലോ. അപ്പൊ ഇവരാരും നമ്മളിപ്പോ ഒരു കാര്യം പറയാൻ പോയാൽ ഇവരെല്ലാം പറയും ഞങ്ങൾക്ക് കേൾക്കണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ, നിങ്ങൾ സസ്പെൻഡ് ആയ പിള്ളേരാണ്. സസ്പെൻഷനൊരു കാരണം പറയാൻ പറഞ്ഞാൽ കാരണം പറയത്തില്ല. ഇവർ പറയും ഇവരെ വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്.
ഇതൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രൈമിന് ഇങ്ങനൊരു വഴി ചൂസ് ചെയ്യേണ്ടി വന്നത് ഞങ്ങൾക്ക്. പിന്നെ അതുമല്ല പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസ നിലയിൽ അവരൊരു മീഡിയേഷൻ നടത്തിയിട്ടുണ്ട്. നാളെ ബാക്കി അറിയാം എന്താണെന്ന അവസ്ഥയെന്ന്. കാരണം വേറെ വഴിയില്ല. എൻറോൾമെന്റ് ഞങ്ങൾക്ക് തുടങ്ങാൻ ഇനി കുറച്ച് 4 മാസം കൂടെ ഉള്ളൂ. അതിന്റെ ഇടയ്ക്കൂടെയാണ് ഞങ്ങളുടെ ഭാവി നശിപ്പിക്കാനാണ് ഇവർ തീരുമാനം. അപ്പൊ അതുകൊണ്ട് വേറെ വഴിയില്ല. സമരത്തിന് കാരണം മാനേജ്മെന്റ് ഹോസ്റ്റൽ ഫീസ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ചോദ്യം ചെയ്തതിന് 100ഓളം കുട്ടികളുള്ളതിൽ മനഃപൂർവ്വം 4 പേരെ മാത്രം കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇതിലേക്ക് ഞങ്ങളെ നയിച്ചത്. ഞങ്ങൾ എല്ലാവരും പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിലെവിടെയൊക്കെയോ വേറെ ആരൊക്കെയോ ഉണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും അറിഞ്ഞില്ല. പക്ഷെ കേസ് വന്നപ്പോൾ ഞങ്ങൾ 4 പേരുമായി, പിന്നെ 15 അൺഐഡന്റിഫൈഡ് പേഴ്സൺസ് ആയി. അത് ഇതുവരെ ഐഡന്റിറ്റി അവരെ റിവീൽ പോലും ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള വാദം പൂർണ്ണമായും കോളേജ് അധികൃതർ കേൾക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉറപ്പ് ലഭിച്ചതോടെയാണ് ഇന്നത്തെ സമരം അവസാനിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിലമ്പൂർ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. വ്യാജ പ്രചരണങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കുമേറ്റ തിരിച്ചടിയാണ് ആര്യാടൻ ഷൗക്കത്തിന് വിജയമെന്ന് സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത UDF ജില്ലാ കൺവീനർ P. ബാലഗോപാൽ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലധികം വോട്ടുകളുടെ വ്യത്യാസത്തിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്കും അഭിവാദ്യമർപ്പിച്ചാണ് പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. നഗരത്തിൽ പ്രവർത്തകർ മധുരവും വിതരണം ചെയ്തു. പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് നേതൃത്വം നൽകി. ഇവിടെ ജനാധിപത്യം ജയിച്ചിരിക്കുന്നു, അഹങ്കാരവും ധാർഷ്ട്യവും പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു പാഠം. ഇന്നു മുതൽ പിണറായി വിജയൻ രാജിവെക്കുമെന്ന് പ്രതീക്ഷയില്ല. അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന പിണറായി വിജയൻ വെറും ഒരു കാവൽ മന്ത്രിസഭയുടെ തലവൻ മാത്രമാണ്. അല്ലാതെ അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കാൻ ഇനി അധികാരമില്ല. അദ്ദേഹം ഒരു കാവൽ മന്ത്രിസഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരു കാവൽ മന്ത്രിസഭ എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ പ്രവർത്തിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. അതനുസരിച്ച് അദ്ദേഹം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാജ പ്രചരണങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കുമേറ്റ തിരിച്ചടിയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ആധികാരിക വിജയമെന്ന് സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത UDF ജില്ലാ കൺവീനർ P. ബാലഗോപാൽ പറഞ്ഞു. CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി PV രാജേഷ്, DCC സെക്രട്ടറി V. രാമചന്ദ്രൻ, KPCC അംഗം പ്രകാശ്, UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ K. ഭവദാസ്, V. മോഹനൻ, ഹരിദാസ് മച്ചിങ്ങൽ, ബോബൻ മാട്ടുമന്ത, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രതീഷ് മാധവൻ, ഭാരവാഹികളായ M. പ്രശോഭ, V. ആറുമുഖൻ, അബൂ പാലക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്ലാദ പ്രകടനം. തൃശൂർ DCCക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സ്വരാജ് റൗണ്ട് ചുറ്റി ആഹ്ലാദ പ്രകടനം കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അനുമോദന സമ്മേളനവും ആയുർവേദ ആശുപത്രി, ആയുഷ്മാൻ ഭാരത്, ആരോഗ്യ മന്ദിർ എന്നിവയുടെ ശതാബ്ദി ആഘോഷ സമാപനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഴയകാലത്തെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലും സമ്പ്രദായത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും തൊഴിലിൻ്റെ സ്വഭാവവും സാധ്യതകളും മാറിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തിയ മന്ത്രി ഭാവിയിൽ വിജയം കൈവരിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നൽകേണ്ടതിൻ്റെ അനിവാര്യത അധികൃതരെ ഓർമ്മപ്പെടുത്തി. ചടങ്ങിൽ SSLC, +2 ജേതാക്കളെയും ആശാവർക്കർമാരെയും മറ്റാരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത അധ്യക്ഷയായിരുന്നു. ആയുർവേദ ആശുപത്രിയിൽ ഡോക്ടർ റീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്ദർ ഷെരീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VC ശിവദാസ്, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OB പ്രിയ,
മുണ്ടൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബേബി ഗണേഷ്, ഷീബ കണ്ണൻ, എസ് നാരായണൻകുട്ടി, ബ്ലോക്ക് മെമ്പർ നസീമ അൻവർ, പഞ്ചായത്ത് സെക്രട്ടറി CV സുനിത തുടങ്ങിയവർ സംസാരിച്ചു. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ മെഗാ ഷോയും വേദിയിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് എറണാകുളം മെമു ട്രെയിൻ യാത്ര ദുഷ്കരം. സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം നിന്നാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ആളുകൾ ഇപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുന്നത് മണിക്കൂറുകളോളം നിന്നാണ്. പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് രാവിലെ 8:20 പോകുന്ന മെമു ട്രെയിനിൽ സ്ത്രീകളടക്കം നിരവധി ആളുകളാണ് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറുന്നത്. എന്നാൽ ഈ യാത്രക്കാരെല്ലാം മണിക്കൂറുകളോളം നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. തിരിച്ചും സമാന രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. 8 കോച്ചുകളുള്ള ഈ ട്രെയിൻ 12 കോച്ച് അല്ലെങ്കിൽ 16 കോച്ച് ആക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് നിലവിൽ യാത്രക്കാരുടെ യാത്ര. യാത്ര ചെയ്യാൻ തുച്ഛമായ പൈസ വരുന്നതുകൊണ്ടാണ് ആളുകൾ ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നത്. എന്നാൽ ഉള്ളിൽ കയറിയാൽ ശ്വാസം പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. സമാന രീതിയിൽ തന്നെയാണ് സ്ത്രീകളുടെയും അവസ്ഥ. സ്ത്രീകൾക്കായി ഒരു കോച്ച് ഉണ്ടെങ്കിലും അതിലും നിന്ന് വേണം യാത്ര ചെയ്യാൻ. പ്ലാറ്റ്ഫോം 2ലോ 3ലോ 4ലോ ട്രെയിൻ നിർത്തിയാൽ സ്റ്റേഷനിൽ മേൽപ്പാലം ഇല്ലാത്തതിനാൽ പല ആളുകളും റെയിൽ ക്രോസ് ചെയ്യേണ്ട അവസ്ഥയുമുണ്ട്. അടിയന്തരമായി ട്രെയിനിൻ്റെ കോച്ചുകൾ കൂട്ടണമെന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യണമെന്നും പ്ലാറ്റ്ഫോമുകളിൽ 24 കോച്ചുകൾ നിർത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യണമെന്നും വള്ളത്തോൾ നഗർ റെയിൽവേ വികസന സമിതി സെക്രട്ടറി കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ഭയങ്കര തിരക്കാണ്, ഓവർ ക്രൗഡഡ് ആണ്. 8 കോച്ചുള്ള മെമു ട്രെയിനിന് പകരം 12, 16 കോച്ചുള്ള മെമു ട്രെയിൻ ആക്കിയാൽ മാത്രമേ ഈ ക്രൗഡ് കുറയ്ക്കാൻ കഴിയുള്ളൂ. അതിന് അടിയന്തര പരിഹാരം റെയിൽവേ കാണണമെന്ന് ഞങ്ങൾ യാത്രക്കാരായ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാനിതിലെ സ്ഥിരം ഇതിൽ പോകുന്ന ഒരു യാത്രക്കാരനും കൂടിയാണ്. ശ്വാസം മുട്ടിയിട്ടാണ് ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്നതെന്നുള്ളതുകൊണ്ട് വൻ അപകടത്തിനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നു. ഒരു ചെറിയ ജെർക്കിംഗ് ഉണ്ടായാൽ പോലും ഒരു വണ്ടിയിൽ നിന്ന് ആൾ താഴെ വീഴാനും ഈ ഡോർ പെർമനൻ്റായിട്ട് ഓപ്പണായി കിടക്കുന്ന ഒരു സിസ്റ്റം ആയതിനാൽ കൂടുതൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ഈ തിരക്ക് കുറയ്ക്കുന്നതിന് 16, 12 കോച്ചുള്ള മെമു ട്രെയിനാക്കി മാറ്റണമെന്ന് ആണ് ആവശ്യപ്പെടുന്നത്. 16609 പാസഞ്ചർ ട്രെയിൻ വള്ളത്തോൾ നഗറിലെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ബൈക്കിൽ കടത്തുകയായിരുന്ന 2.5 കിലോയോളം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കുളപ്പുള്ളി ആലിൻചോട് പഴംകളത്തിങ്കൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ SMB ജംഗ്ഷന് സമീപത്ത് നിന്ന് ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ എത്തിയ വാഹനം പരിശോധിച്ചപ്പോഴാണ് ബൈക്കിൻ്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി മുമ്പും 2 തവണ കഞ്ചാവ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാളാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്കെതിരെ ഷൊർണൂരിൽ 2014 മണൽ, കഞ്ചാവ് എന്നിവ കടത്തിയതിനും വടക്കാഞ്ചേരി പട്ടാമ്പി എക്സൈസ് സർക്കിൾ പരിധിയിൽ കഞ്ചാവ് കടത്തിയതിനും കേസുകളുണ്ട്. മുൻവർഷങ്ങളിൽ കാപ്പ നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് പ്രതി ജാമ്യത്തിലിറങ്ങുകയുമായിരുന്നു. നിലവിൽ ചെറുതുരുത്തിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് പ്രതി. ഇൻസ്പെക്ടർ V രവികുമാർ, ഡാൻസ് ഓഫ് SI S ശ്രീലാൽ, ASIമാരായ സുഭദ്ര, K അനിൽകുമാർ, രാജീവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജേഷ്, സിവിൽ പോലീസ് ഓഫീസർ റിയാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ദേശീയ പതാകയെ അപമാനിച്ചെന്ന പരാതിയിൽ BJP നേതാവ് N ശിവരാജനെതിരെ പോലീസ് കേസെടുത്തു. DYFIയും പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. CPM ഭാരതാംബയെയും ഗവർണറെയും അപമാനിക്കുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ശനിയാഴ്ച ഭാരതാംബയുടെ ചിത്രത്തിൽ BJP പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ശിവരാജൻ വിവാദ പ്രസ്താവന നടത്തിയത്. ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടിയാക്കണമെന്നായിരുന്നു ശിവരാജൻ്റെ പ്രസ്താവന. RSSൻ്റെ നയമാണ് പ്രധാനമന്ത്രി നടപ്പാക്കുന്നതെന്നും ഗവർണറെ നിയമിച്ചത് RSS നയം നടപ്പാക്കാൻ തന്നെയാണെന്നും തന്നെ കൗൺസിലറാക്കിയതും RSS നയം നടപ്പിലാക്കാനാണെന്നും ശിവരാജൻ പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചിരുന്നു. ഈ വിവാദ പ്രസ്താവനകൾക്കെതിരെയാണ് കോൺഗ്രസും DYFIയും കേസ് നൽകിയത്. ഭരണഘടനയ്ക്ക് തുല്യമായ സ്ഥാനമാണ് ദേശീയ പതാകയ്ക്കെന്നും ദേശീയ പതാകയെ അപമാനിച്ചതുവഴി ശിവരാജൻ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നുമാണ് പരാതി. വിവാദ പ്രസ്താവനയുടെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട്ട് ദീപശിഖ റാലി നടത്തി. VK ശ്രീകണ്ഠൻ MP റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാവിലെ 7-ന് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നാണ് റാലി ആരംഭിച്ചത്. കോട്ടമൈതാനത്ത് സമാപിച്ചു. കോട്ടമൈതാനത്ത് നടന്ന സമാപന പരിപാടി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പ്യൻ ടിൻഡു ലൂക്ക, പ്രീജ ശ്രീധരൻ എന്നിവരാണ് ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകിയത്. NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങി ആയിരക്കണക്കിന് പേർ റാലിയിൽ അണിനിരന്നു. K രാധാകൃഷ്ണൻ MP, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. MLAയും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് K പ്രേംകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, പോലീസ് സൂപ്രണ്ട് അജിത് കുമാർ, ADM K സുനിൽകുമാർ, കേരള ഒളിമ്പിക് അസോസിയേഷൻ ട്രഷറർ MR രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വാടാനംകുറിശി ആരംഭിയിൽ കാവ്യധ്വനി സംഘടിപ്പിച്ചു. കവിതാ സായാഹ്നം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അജേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആരംഭി ഹാളിൽ നടന്ന കവിതാ സായാഹ്നം വേറിട്ട അനുഭവമായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അജേഷ് മാസ്റ്റർ സ്വന്തം കവിത അവതരിപ്പിച്ചായിരുന്നു കവിതാ സായാഹ്നം ഉദ്ഘാടനം ചെയ്തത്. പ്രദേശത്തെ വളർന്നുവരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും കവിതകൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇടമൊരുക്കിയുമാണ് കാവ്യസന്ധ്യ കടന്നുപോയത്. ക്ലബ്ബ് അംഗങ്ങളായ പത്മശ്രീ ടീച്ചർ, NR അനിൽകുമാർ എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വേദി ധന്യമാക്കി. രഞ്ജിത്ത്, ദർശന, സനൂഷ, പ്രസാദ് വാര്യർ, PP വിജയൻ, അനീഷ്, PK അനിൽകുമാർ, CP രാമൻ, സുപ്രിയ എന്നിവർ കവിതകൾ ആലപിച്ചു. കവിതാവതരണങ്ങൾ എല്ലാം നിറകയ്യടിയോടെയാണ് ആസ്വാദകർ സ്വീകരിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ആരഭി ഗ്രന്ഥശാല സെക്രട്ടറി ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CP രാമൻ, പത്മശ്രീ ടീച്ചർ, V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സെന്റർ ഫോർ നിള സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ നിള വിചാരവേദി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നിള വിചാരവേദി ഫൗണ്ടർ J നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കണ്ണൻ വാരിയാൽ മുഖ്യാതിഥിയായിരുന്നു. C രാജഗോപാൽ, J നന്ദകുമാർ, അക്കിത്തം നാരായണൻ, അഡ്വക്കേറ്റ് പ്രഭാസ് ശങ്കർ, വിപിൻ കൂടിയെടുത്ത്, MC വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട്, അതാണ് അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം, ചുരുങ്ങിയ സമയം കൊണ്ട് ആ നിലയിലേക്ക് ഉയരാൻ വിചാരവേദിക്ക് കഴിഞ്ഞു. പിന്നീട് ആ ഒരു കാലപ്പാച്ചിലിൽ അന്ന് ഉയർന്ന പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ എന്ന് വിലയിരുത്തുക കൂടി ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. 15 വർഷം എന്നത് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദീർഘമായ കാലയളവൊന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആദ്യ 3-4 വർഷങ്ങളിൽ നിള വിചാരവേദി നേടിയ ആ വളർച്ച, ഉയർച്ച, ഉണർത്തിയ പ്രതീക്ഷ, അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ 15 വർഷം വളരെ ദീർഘമായ ഒരു കാലയളവ് തന്നെയാണ്. പ്രശസ്ത എഴുത്തുകാർ ഉൾപ്പെടെ 72 പേരുടെ ഓർമ്മകൾ ഉൾപ്പെടുത്തിയ പാഠമൊന്ന ഓർമ്മകളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂർ എഴുത്തച്ഛൻ ഹാളിൽ നടന്നു. ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പ്, എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ സുധാകരൻ രാമന്തളിക്ക് ആദ്യപ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. എഡിറ്റർ ഗീതാഞ്ജലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹാകവി കുമാരനാശാന്റെ കൊച്ചുമകൻ ഡോക്ടർ P അരുൺകുമാർ, ഗസൽ ഗായിക ഐഷ റൂബി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഇവരെ കൂടാതെ അജിത കുന്നിക്കൽ, പെരുവനം കുട്ടന്മാരാർ, വിദ്യാധരൻ മാസ്റ്റർ, K രാധാകൃഷ്ണൻ, കൈതപ്പുറം തുടങ്ങിയ 14ഓളം പ്രമുഖർ എഴുതിയ ഈ പുസ്തകത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഒരു കൂട്ടം എഴുത്തുകാർ തങ്ങളുടെ സ്കൂൾ അനുഭവം പങ്കുവയ്ക്കുന്ന ഈ പുസ്തകത്തിൽ സെന്റ് ആന്റണീസ് LP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും യുവ എഴുത്തുകാരിയുമായ പ്രസിൽദ രാജീവ് എടപ്പാളിന്റെ രചനയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്കൂൾ ഓർമ്മകൾ കോർത്തിണക്കിയ മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമായതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ പഠിച്ച ആ ആദ്യാക്ഷരം കുറിച്ചാൽ നമ്മുടെ മാതൃവിദ്യാലയം നമ്മളെപ്പോഴും ഓർമ്മിക്കണം കേട്ടാ. അപ്പോ ടീച്ചർ, ഞാൻ ഇത്രയും വലുതായാലും നമുക്ക് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ വന്നപ്പോ
നമുക്കിപ്പോ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയെന്ന് പറഞ്ഞാൽ ഒരു പേജേ ഉള്ളൂ, പക്ഷെ നമുക്ക് എഴുതാൻ അതിലും കൂടുതലുണ്ടാവും. പക്ഷെ അവര് ഓരോ നിബന്ധന വെച്ച കാരണം നമ്മൾ അത്രയും ചുരുക്കിയിട്ടാണ് എഴുതിയത്. പക്ഷെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ LP സ്കൂളാണ്. അല്ലാതെ നമ്മൾ പഠിച്ച ഹൈസ്കൂളോ അല്ലെങ്കിൽ കോളേജോ അതൊന്നും സ്കൂൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മള് അതില് ഇത് തന്നെ പുസ്തകത്തിന്റെ പേരെന്നെ പാഠം പോകുന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് നമ്മുടെ സെന്റ് ആന്റണീസ് LP സ്കൂളാണ്. ഈ പുസ്തകം പ്രസിദ്ധ രാജീവ് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദേശീയതലത്തിൽ യോഗ ട്രെയിനറായ ആദിത്യൻ സത്യനാരായണൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വൃക്ഷാസനം, ത്രികോണാസനം, പൂർണ്ണ ഉഷ്ട്രാസനം, സൂര്യനമസ്കാരം തുടങ്ങിയ വിവിധ ആസനങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കുട്ടികൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു ഇവ. ചെറിയ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തിയതുകൊണ്ട് തന്നെ അവർക്കു നല്ലൊരു അനുഭവമായിരുന്നു ഈ ക്ലാസ്. സത്യനാരായണൻ പ്രിയ ദമ്പതികളുടെ മകനാണ് ആദിത്യൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ അഞ്ചുമൂർത്തി കെ നായനാർ സാംസ്കാരിക നിലയം വായനശാലയിൽ വായനാ പക്ഷാചരണവും അനുമോദന സദസ്സും നടന്നു. SSLC+2 ജേതാക്കളെയാണ് അനുമോദിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ആ ഘട്ടത്തിലാണ് ഈ അടുത്ത കാലത്ത് രൂപീകരിച്ച ഏകദേശം 2 വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അഞ്ചുമൂർത്തി കേന്ദ്രീകരിച്ച് പ്രധാനമായും പ്രവർത്തിക്കുന്ന നമ്മുടെ വായനശാല ഇതിന്റെ ഉദ്ഘാടനവും വായനാ ദിനത്തിന്റെ ജൂൺ 19 വായനാ ദിനത്തിന്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നമ്മുടെ പ്രദേശത്ത് SSLC+2 അതായത് ഉപരിപഠനത്തിന് അർഹത നേടിയ ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് AC രമേശ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ മണ്ണൂർ ശിവശങ്കരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം NS ബ്രിജേഷ്, KV കിഷോർ സ്വാമി, PK ഉണ്ണികൃഷ്ണൻ, വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയൻ AR രജീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കുളപ്പുള്ളി അല്ലമീൻ ലോ കോളേജിൽ പെട്രോൾ കുപ്പിയുമായി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി. വൈസ് പ്രിൻസിപ്പാളുടെ മുറിയിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി. ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി പിൻവലിക്കാതെ ഭാവി നശിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ നീക്കമെന്ന് വിദ്യാർത്ഥിനിയെ അനുനയിപ്പിച്ചത് പോലീസും ഫയർഫോഴ്സും റവന്യൂ അധികൃതരും ചേർന്ന്. സസ്പെൻഷൻ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് മാനേജ്മെന്റ് കേൾക്കാൻ തയ്യാറാകണമെന്ന് അധികാരികളുടെ നിർദ്ദേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ നാടെങ്ങും UDF ആഘോഷം. പാലക്കാട്ടും തൃശൂരും ആഹ്ലാദ പ്രകടനവും മധുരപലഹാര വിതരണവും. വ്യാജ പ്രചരണങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കുമേറ്റ തിരിച്ചടിയെന്ന് UDF നേതാക്കൾ. വെറുക്കപ്പെട്ട സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള ജനങ്ങളുടെ ആദ്യ താക്കീതെന്നും UDF. വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ വിദ്യാഭ്യാസ രീതിയിലും തൊഴിലിന്റെ സ്വഭാവത്തിലും വന്ന മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. മുണ്ടൂരിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമോദന സമ്മേളനവും ആയുർവേദ ഡിസ്പെൻസറി ശതാബ്ദി ആഘോഷ സമാപനം. പാലക്കാട് എറണാകുളം മെമു ട്രെയിൻ യാത്ര ദുഷ്കരം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയെന്ന് പരാതി. ട്രെയിനിൽ കമ്പാർട്ട്മെന്റുകൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. ഷൊർണൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 2.5 കിലോയോളം കഞ്ചാവുമായി കുളപ്പുള്ളി സ്വദേശി അറസ്റ്റ്. പിടിയിലായത് ആലിൻഷോട് പഴംകളത്തിങ്കൽ മുഹമ്മദ് മുസ്തഫ നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.